ഹായ്, പുതിയതായിട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കങ്കുവ റിവ്യൂലോട്ടാണ്. ഇപ്പം പോയിട്ട് വന്നതേ ഉള്ളൂ. വഴി വെച്ച് അങ്ങ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. സീക്രട്ട് ഏജൻറ്റ് കാറിലിരുന്ന് ചെയ്യുമ്പം ഞാൻ സ്കൂട്ടറിലിരുന്ന് ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ ഡയറക്ടർ അറിയാമല്ലോ, ശിവ. മ്യൂസിക് ചെയ്തേക്കുന്നത് ദേവശ്രീ പ്രസാദ്. പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്റ്റുഡിയോ. അറിയാമല്ലോ, നേരത്തെ എനിക്ക് ഓർമ്മ വെച്ചുള്ള സിനിമ എന്ന് പറഞ്ഞാൽ പുലി പുലി പുലേ 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 പുലേ. കങ്കുവയെ പറ്റി പറയുവാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്യാ ഉഹ്വ എന്തോ എടുത്തു വെച്ചേക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു കുന്തവും മനസ്സിലായിട്ടില്ല. 2 മണിക്കൂർ വെറുതെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പടം കാണാൻ പോയത്. വേറെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അവൻ നാട്ടിപ്പം വരും. എനിക്ക് പടത്തിന് ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ കുറച്ച് അലറൽ മാത്രമുണ്ട്. അതിനകത്ത് ഒരു വാക്കെങ്കിലും നേരെ ചൊവ്വേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലൊന്നും ചതി ചെയ്യില്ല. ഈ സൂര്യ എന്ന് പറയുന്ന ആക്ടറുടെ അടുത്ത് ഇത്രയും ചതി ആരും ചെയ്യില്ല. ഈ പെരട്ടെ ശിവ പെട്ടയ്ക്ക് അടി കൊടുക്കാനാണ് തോന്നിയത് പടം കണ്ടിട്ട്. ഇത്രയും കഴിവുള്ള സൂര്യ എന്ന് പറയുന്ന ആക്ടർ ഏത് വേഷം കൊടുത്താലും നല്ലോണം ഭംഗിയാക്കാൻ നോക്കുന്ന ഇത്രയും നല്ലൊരു ആക്ടറെ പിടിക്കൊണ്ട് വന്ന് ഒരു കോമാളിയാക്കി കൊണ്ടുപോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ പെരട്ടെ ശിവയ്ക്ക്? ഇതിൻ്റെ വില്ലനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ബോബി ഡിയോളാണ്. അതായത് അത് ഒരു പ്രോ മാക്സ് അണ്ടർടേക്കർ. അതിൻ്റെ ഇൻട്രോ തന്നെ അണ്ടർടേക്കറിൻ്റെ ഒരു ഡബിൾ ചോക്ക് സ്ലാബിൽ കൂടെയാണ് കാണിക്കുന്നത്. നല്ല ബോറായിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ പടം കാണാൻ വന്ന അവന് എന്തോ പറയുന്നത് കേൾക്കാം. ഒന്ന് പെട്ടെന്ന് വാ. ഒരു വക എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തുടക്കമെന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ ട്രെയിലറിൽ കണ്ടു കാണുമല്ലോ. അതിൻ്റെ തുടക്കം അതായത് വിജയുടെ കൂട്ട് സൂര്യ കൊണ്ടുവന്ന് കളിയാക്കി തന്നെ. അതായത് മോന്ത കൊണ്ട് കോപ്പറായി കാണിക്കുന്നത്, കോമഡി കാണിക്കാൻ നോക്കുക. പിന്നെ എന്തോ ഒരു ചവറ് ആക്ടർമാർ കോമഡി കാണിക്കാൻ വേണ്ടി യോഗി ബാബുവും പിന്നെ കൂടെ ഇല്ല ജയിലറിനകത്തൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അതായത് നെൽസൻ്റെ ചേട്ടനും അനിയനാ ആരെന്നറിയത്തില്ല, അയാളൊക്കെ ഉണ്ട്. എന്തൊക്കെ കാണിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ആക്ട്രസ്സായിട്ട് വന്ന ദിശ പട്ടാനി എന്തോ മാർഷൽ ആർട്ടൊക്കെ അറിയാവുന്ന ഒരു ആക്ട്രസ്സാണ്. പക്ഷേ ഒരു ഗുണമില്ല. ബോബി ഡിയോളിനെ കൊണ്ട് ഒരു ഗുണമില്ല. ചുമ്മാതെ എടുത്തിട്ട് കൊല്ലാൻ വേണ്ടി ഒരു വില്ലൻ. അവൻ്റെ അടുത്ത് വന്നേ കണ്ട് ഇതാണ് ആള്. എന്തോ ഒന്ന് പറഞ്ഞു. വെറും പന്ന പടമാണ്. കാണാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ബെറ്റർ. പൈസ പോവും. സൂര്യ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതൊക്കെയാണ്. അത് അപേക്ഷിച്ച് നോക്കിയാൽ പടം വേറെ ഒരു കാശിനും കൊള്ളത്തില്ല. വെറും പന്നപ്പടം. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഇത് നല്ലത് പറയാനില്ല ചീത്ത പറയാനുമില്ല. കാരണം എന്തായാലും മനസ്സിലായല്ലോ, പറയാൻ പറ്റും. ഒന്നും മനസ്സിലായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ആക്ടറെ കൊണ്ടുപോയി എന്നുവെച്ചാൽ 2 വർഷം പുള്ളിയുടെ ഒരു എഫർട്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. 2 വർഷം ഒരു തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്ന് ഇറക്കി വിട്ടത് കണ്ട് ഈ ഒരു പടമായി പോയി. പെരട്ടെ ശിവയുടെ അത് ഡയറക്ടറെ പറ്റി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ. പെരട്ടെ ശിവയുടെ പെരട്ടെ അടിച്ച് കേൾക്കണം. ഇത്രയും നല്ല ഒരു ഇത്രയും നല്ലൊരു ആക്ടറെ കിട്ടിയിട്ട് യൂസ് ചെയ്യാത്ത ഒരു കൺട്രി ആണ് ഈ ഡയറക്ടർ ശിവ എന്ന് പറഞ്ഞാൽ. എനിക്കൊന്നുമില്ല. ഇതിനകത്ത് ഒരു സ്പോയിലർ ഞാൻ പറയുവാണേ. അതായത് ഇനി ഒളിച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് കാർത്തിയുണ്ട് അവസാനം വില്ലനായിട്ട് വരുന്നത്. വില്ലനായിട്ട് വന്നിട്ട് എന്തു പറയുന്നത്, ഇതിന് മുമ്പ് നമ്മൾ LCUവിൻ്റെ യൂണിവേഴ്സിനകത്ത് ഡൽഹിയും റോളക്സും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നതായിരുന്നു. പക്ഷേ ഇതിനകത്തൊന്നിനാണ് ഈ കാർത്തി ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ചുമ്മാതെ ഇപ്പം ശിവയ്ക്ക് തോന്നി കാണുമോ, LCUവിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഡൽഹിയും റോളക്സും കൂടെ ഏറ്റുമുട്ടുന്ന ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് എങ്കിൽ അതിപ്പം നശിപ്പിച്ച തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശിവ കൊണ്ടുവന്ന് ആദ്യമേ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കാശിനും കൊള്ളാത്ത അതിനകത്ത് ഈ കാർത്തി എടുത്തിട്ടേക്കുന്നത്. അതിന് വേറെ ആരെങ്കിലും പടവേ കൊള്ളത്തില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. സൂര്യയെ ഇതേപോലെ ഒന്ന് പ്ലേസ് ചെയ്തതിന്, ഇത്രയും കഴിവുള്ള ഒരു ആക്ടറെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതിന് നല്ല വിഷമമുണ്ട്. ഈ ഒരു പടം കണ്ട് 2.5 മണിക്കൂറുണ്ട്. ഇവിടെ 2.25 മണിക്കൂർ ഇരുന്ന് നമ്മൾക്ക് കുറച്ച് ഇത് മാത്രമുണ്ട്. എന്ന് വെച്ചാൽ അലപ്പും കുറച്ച് വെള്ളത്തിൻ്റെ തെറുപ്പും ഇതൊക്കെ ഉണ്ട്. ഈ ഫൈറ്റൊന്നും നല്ല രീതിയിലൊന്നും എടുത്ത് വെച്ചേക്കുന്നത്. അവസാനമൊക്കെ പ്ലെയിനിലൊക്കെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ഓരോ സീനുണ്ട്. എന്തിനൊക്കെ അതിനകത്ത് കയറ്റി വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു അപരാധം പടം. എനിക്ക് നല്ല വിഷമമുണ്ട് സൂര്യ ഇതേപോലെ ഒരു പടത്തിൽ കൊണ്ടുവന്ന്. അത് സോറി, അതേപോലെ ആക്കി വെച്ചതിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുത്തരാം. ബൈ.